ആറ്റ്ലസ് സന്ദർശിക്കുന്ന എല്ലാ സ്കൂൾ കുട്ടികൾക്കും 12 സ്കെച്ച് പെൻ, പെൻസിൽ, കട്ടർ, എറേസർ എന്നിവ സമ്മാനം. ആറ്റ്ലസ് ഒരുക്കുന്നു കുട്ടികൾക്കായി കിടിലൻ ഓഫറുകൾ. ക്ലാസ്സിൽ മാസാവാം. ആറ്റ്ലസിനൊപ്പം സ്കൂൾ ബാഗുകൾ വാറന്റിയോട് കൂടി മാത്രം. സ്കൂൾ ബാഗുകൾ വാങ്ങുമ്പോൾ 3 കാമലിൻ നോട്ട്ബുക്ക് സൗജന്യം. 10 സ്കൂൾ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ 10 ടാറ്റ ന്യൂട്രോൺ സൈക്കിളുകൾ സമ്മാനമായി നേടാം. 10 നോട്ട്ബുക്കുകൾ വാങ്ങുമ്പോൾ 12 നോട്ട്ബുക്ക് സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 22 നോട്ട്ബുക്കുകൾ. 5 കാമലിൻ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ 3 എണ്ണം സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 8 നോട്ട്ബുക്കുകൾ. സ്കൂബി ഡേ ബാഗുകൾക്ക് 15% ഓഫർ. കൂടാതെ ഒരു ക്യാച്ച് ബോൾ സൗജന്യമായി നേടാം. നഴ്സറി ബാഗുകൾ 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. ബ്രാൻഡഡ് പെൻസിൽ ബോക്സ് പൗച്ച് 19 രൂപ മുതൽ. കുട്ടികളുടെ സിംഗിൾ ഫോൾഡ് കുടകൾ 99 രൂപയ്ക്ക്. 3 ഫോൾഡ് കുടകൾ 199 രൂപയ്ക്ക്. പോഞ്ചോ റെയിൻകോട്ടുകൾ 49 രൂപയ്ക്ക്. ബ്രാൻഡഡ് ക്വാളിറ്റി റെയിൻകോട്ടുകൾ 99 രൂപ മുതൽ. ഡോംസ് കളർ കാൻഡി പെൻസിൽ 10 എണ്ണം പകുതി വിലയ്ക്ക്. കാമലിൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് 30% വിലക്കുറവിൽ സ്വന്തമാക്കാം. കൂടാതെ ഗേൾസ് ആൻഡ് ബോയ്സ് ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ. ഉള്ളത് നൽകുമ്പോൾ ഉത്സാഹമുണ്ടാകും. സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2ാം ഘട്ട പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ തുറക്കും മുൻപേ വിദ്യാർത്ഥികളുടെ സന്തോഷം കാണാൻ കരുളായി പിലാക്കോട്ടുപാടം അരിപ്പൻമലയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ കടുങ്ങാപ്പുറത്ത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ഒരുപാട് വേദികളിൽ ഇങ്ങനെ ഉദ്ഘാടന ചടങ്ങിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വേദിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതും വളരെയധികം സന്തോഷമുള്ള ഒരു വേദിയാണിത്. ഇത്തരത്തില് ഒരു സ്നേഹം, നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങൾ സ്നേഹത്തോടെ തരാനൊരു ട്രസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നെങ്കിൽ അവർക്കുള്ള നന്ദിയും കടപ്പാട് കരുളായി പഞ്ചായത്തിന്റെ പേരിലും കരുളായി പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പേരിലും നിങ്ങൾ ഓരോരുടെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടിക്ക് ഒരു പുസ്തകങ്ങൾ വാങ്ങണമെങ്കിൽ എത്ര രൂപ വേണം? എല്ലാ രക്ഷിതാക്കളുടെ മനസ്സിൽ ഇപ്പൊ ഒരു ആവലാതിയാണ്. സ്കൂൾ തുറക്കാനായി എന്തെല്ലാം വേണം. അത് ഒരു വീട്ടിൽ നിന്ന് 2, 3 കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ നല്ല പൈസ ചെലവാണത്. അപ്പോൾ എല്ലാവരും സാധാരണക്കാരായ ആളുകളാണ്. അപ്പൊ നമുക്കൊരു കുട്ടിയെ സ്കൂളിലേക്ക് വിടണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് എല്ലാവരും വേവലാതി പഠിക്കുന്ന സമയത്താണ് ഇതുപോലൊരു കൈത്താങ്, ഒരു സ്നേഹം നമ്മുടെ മുന്നിലേക്ക് ഇവർ കടന്നു വന്നത്. അപ്പൊ നമ്മുടെ മുന്നിലേക്ക് വന്ന ഈ സ്നേഹദൂതരെ നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് അവരുടെ മുന്നിൽ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അവരെ ഈ നല്ല മനസ്സിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സ്നേഹഭവൻ ട്രസ്റ്റിന്റെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാർഡ് മെമ്പർ ഖദീജ പറമ്പിൽ പീടിക സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുഖ്യാതിഥിയായി മഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ജമാൽ സന്നിഹിതനായി. അതൊരു വലിയ പുണ്യപ്രവർത്തനം. കാരണം അവരുടെ കുടുംബജീവിതത്തിൽ ഇതൊക്കെ സാധാരണക്കാരാണ്. അവരുടെ കുടുംബജീവിതത്തിനിടക്ക് അവർ ജോലി ചെയ്യുന്നതിനിടക്ക് ഒരു സാമൂഹ്യ സേവനം അവർ കഴിയുന്ന ഇതൊരു വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. കാരണം അത്രയും ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയൊരു കൈന്താങ്ങ് ഇതൊരു വലിയ ഇതായിട്ട് നമുക്ക് തോന്നില്ലെങ്കിലും ആ സ്കൂള് തുറക്കുന്ന ആ സമയത്തുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കുന്നതിനപ്പുറത്താണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഇത്തരം കൊച്ചു കൊച്ചു സഹായങ്ങൾ അത് സംഘടിപ്പിക്കാൻ കാണിക്കുന്ന ആ മനസ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുക. സ്നേഹഭവൻ ട്രസ്റ്റ് പ്രസിഡന്റ് സമീർ പുളിക്കൽ അധ്യക്ഷനായിരുന്നു. കാര്യമായിട്ട് ഈ സ്നേഹഭവൻ നമ്മൾ കിടപ്പിലായ രോഗികൾക്ക് അവർക്ക് വേണ്ട മരുന്നുകൾ, ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ആ വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള രോഗികൾക്ക് കൊണ്ടുപോകാൻ വാഹനം കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഡയാലിസിസ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മള് തീരെ നിർധനമായിട്ടുള്ള കുടുംബത്തിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ അവിടുത്തെ വീട്ടിലെ കുട്ടികളുടെ കാര്യമായിട്ട് ഇങ്ങനെയുള്ള രോഗികൾക്കാണ് കൂടുതലായിട്ട് ട്രസ്റ്റിലൂടെ സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് 12 വർഷങ്ങൾ മുമ്പ് ചെയ്യുമ്പോൾ അന്ന് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ സ്വകാര്യ രീതിയിൽ ഒരു പബ്ലിസിറ്റി ഇല്ലാതെ കൊടുത്തിരുന്നത്. ഈ ട്രസ്റ്റ് ഇപ്പോഴാണ് ഞങ്ങൾ അത് ഒരു ട്രസ്റ്റായിട്ട് മാറ്റിയത്. സ്നേഹഭവൻ എന്നുള്ള പേരിട്ട് ഞങ്ങൾ ട്രസ്റ്റാക്കി രൂപീകരിച്ച് ഈ അടുത്ത കാലത്താണ് ആക്കിയിട്ടുള്ളത്. 12 വർഷം മുമ്പ് ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന് വേണ്ട കാര്യങ്ങളും ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ള സഹായം നമുക്ക് ട്രസ്റ്റിലൂടെയാണ് ചെയ്യാൻ പറ്റുക. ഈ ട്രസ്റ്റിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. അപ്പം ഏതെങ്കിലും വീട്ടിൽ സുഖമില്ലാത്ത കിടപ്പിലായ ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങളും മരുന്നിന് വേണ്ട കാര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാം ട്രസ്റ്റിലൂടെ കഴിയും. അതുപോലെ പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിവൃത്തിയില്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാം സ്നേഹഭവൻ ട്രസ്റ്റിന് കഴിയും. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വരുന്നുണ്ട്.
യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബാബു പൊടിയാടൻ, ട്രസ്റ്റ് അംഗങ്ങളായ സഫീർ പി, മുഹമ്മദ് അൽഹറുദ്ദീൻ, യാസിർ അറഫാത്ത് എന്നിവർ നേതൃത്വം നൽകി. N4 ന്യൂസ്, കരുളായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതയുള്ള ഡിഗ്രി കോഴ്സുകളുമായി ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കോളേജ്, പരിചയസമ്പന്നരായ അധ്യാപകർ, ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകളിൽ സൗജന്യ പഠനവും വിദേശ സർവകലാശാലകളിൽ തുടർ പഠനത്തിനുള്ള അവസരവും തൊഴിൽ ഉറപ്പുവരുത്തുന്ന ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ഫോർ അഡ്മിഷൻ ആൻഡ് ഡീറ്റെയിൽസ് call 8304033246. Visit www.disat.in. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസോടെ മാസതവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് വെഡിങ്. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.